അപ്പോൾ ഇന്ന് നമ്മൾ പോണ്ടിച്ചേരിയിലേക്കാണ് പോണത്. ഒരു 3 days ട്രിപ്പിനാണ് നമ്മൾ പോണത്. ഞാൻ വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ ടൈം. ഓക്കെ, അപ്പോൾ നമ്മൾ ബീച്ചിലും പോവാണ്. അതോടൊപ്പം നമ്മൾ കുറച്ച് സാൻഡ് കാസിൽസ് ഒക്കെ അവിടെ എന്താ പറയുക ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ അമ്മ, എൻ്റെ ബ്രദർ ആരുഷ്, പിന്നെ അച്ഛനാണ്. അപ്പോൾ നമ്മൾ ബൈ ട്രെയിനാണ് നമ്മൾ ട്രാവൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാറിലേക്ക് കാറിന്ന് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവാണ്. കേർപുരം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ പോണത്. അപ്പോൾ ട്രെയിൻ കയറിയിട്ട് കാണാം. We reached. പോണ്ടിച്ചേരി എത്തി. നമ്മുടെ ഹോട്ടൽ ചെക്ക് ഇൻ 12 o'clock ആണ്. അപ്പോൾ മീൻവൈൽ നമ്മൾ അതിന് മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അതിന് ശേഷം നമ്മൾ റോക്ക് ബീച്ച് അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ റോക്ക് ബീച്ചിലേക്കാണ് പോണത്. കുറേ കളിച്ചു. ഇപ്പോൾ റോക്സ് കണ്ടിട്ട് നമ്മൾ ബീച്ചിൽ നല്ലോണം കളിച്ചു. ഇനി അടുത്ത് നമ്മൾ മഹാത്മാഗാന്ധി സ്റ്റാച്യൂവിൻ്റെ അവിടേക്കാണ് പോകുന്നത്. ഇപ്പോൾ റോക്ക് ബീച്ചിന് സൈഡിലായിട്ട് തന്നെ ലൈറ്റ് ഹൗസും പിന്നെ മഹാത്മാഗാന്ധി സ്റ്റാച്യു, മഹാത്മാഗാന്ധി സ്റ്റാച്യു ആണ്. അടുത്ത് തന്നെ GST ഭവൻസ് ഒക്കെ ഉണ്ട്, ഗവൺമെൻറ് ഓഫീസേഴ്സും ഒക്കെ ഉണ്ട്. ഓൾഡ് ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് കുറച്ച് ടെൻസ്, ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ മേ ബി എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമുക്ക് രാത്രി വന്നിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഞാൻ GST ഭവൻ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഇവിടെ കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, നല്ല നീളമുണ്ട്, അതേപോലെ നല്ല തിരക്കും ഉണ്ട് ഇവിടെ. നമുക്ക് പോയി നോക്കാം അവിടെ ഏതൊക്കെ ബിൽഡിങ്സ് ഒക്കെ ഉള്ളതെന്നൊക്കെ. ഇവിടെ കുറേ റെനോവേഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. ഇതാ GST ഭവൻ. അപ്പോൾ റോക്ക് ബീച്ചിൻ്റെ അടുത്തായിട്ടുള്ള ക്രാഫ്റ്റ് ബസാറിലേക്കാണ് നമ്മൾ ഇപ്പോൾ കയറിയിരിക്കുന്നത്. നമുക്കെല്ലാം ക്രാഫ്റ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാം ഒന്ന് കണ്ടിട്ട് ഹാൻഡ് ബാഗ്സ് ഒക്കെ ഡിഫറെൻറ്റ് ടൈപ്സിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ വരുമ്പോൾ തന്നെ പോകണം. ഹായ്, അപ്പോൾ നമ്മൾ ഹോട്ടൽ റൂമിൽ പോയി എന്നിട്ട് ഫ്രഷപ്പായി. അതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കുന്ന ടൈം ആയതുകൊണ്ട് നമ്മൾ അടുത്തൊരു ഹോട്ടലിൽ ലഞ്ച് കഴിച്ചു. അപ്പോൾ ഇനി ഞാനും ആര്യവും അമ്മയും അച്ഛനൊക്കെ വന്നിരിക്കുന്നത് പോണ്ടിച്ചേരി മ്യൂസിയം കാണാനാണ്.
ഇവിടുത്തെ ടൈമിങ്സ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ സൈഡിലൊരു ബോർഡിൽ കയറാം. പോണ്ടിച്ചേരി മ്യൂസിയത്തിൽ കയറാം. അപ്പോൾ ഇവിടെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ എപ്പോഴാണ് അത് ബിൽഡായിരിക്കണത് എന്നുള്ളതും എഴുതിയിട്ടുണ്ട്, ആ ഒരു പീരീഡ്. അങ്ങനെ കുറേ സ്റ്റാച്യൂസ് തന്നെ, എൻട്രൻസിൽ തന്നെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. അതേമാതിരത്തെ ഒരു പില്ലറും, ഇൻസ്ക്രൈബ്ഡ് പില്ലറും ഉണ്ട്. ഇവിടെ കുറേ സ്റ്റാച്യൂസ് ഇങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു ഉണ്ട് സ്കൾപ്ചർ. ഇത് പഴയതൊന്നല്ല, ജസ്റ്റ് ഒരു സ്കൾപ്ചർ മതി, ഒരു ബോട്ടിൻ്റെ. അപ്പം നമ്മൾ മ്യൂസിയമൊക്കെ കണ്ടിറങ്ങി. അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു പെയിൻറ്റിങ് ഗാലറിയും കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫി അത് അലൗഡ് അല്ല, ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. സോ ടിക്കറ്റ് നമ്മൾ എടുത്തതിന് ശേഷമായിരിക്കും നമുക്ക് കയറാൻ പറ്റുക. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നല്ലൊരു രസമുണ്ടായിരുന്നു. ഓരോ ആൻറ്റിക് തിങ്സ് ആയിട്ടൊക്കെ കാണാനുള്ളത്, പഴയതായിട്ട് ഇവിടെ എന്തൊക്കെയൊക്കെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു. പോണ്ടിച്ചേരി ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമ്മുടെ മ്യൂസിയം. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, എന്നാലും നമുക്ക് ഒരുപാട് ആൻറ്റീക് ആയിട്ടുള്ള തിങ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു പ്ലേസാണ്. അപ്പോൾ പോണ്ടിച്ചേരിയിൽ വരുന്ന സമയത്ത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് മ്യൂസിയം. ഇതൊരു ലൈബ്രറി ആണിത്, റൊമേൻ റോലൻഡ് ലൈബ്രറി. ഇവിടുത്തെ ഒരു ലൈബ്രറിയാണ്. നെക്സ്റ്റ് പോകാൻ പോണത് പോണ്ടിച്ചേരി മറീന ബീച്ചിലേക്കാണ്. ഇനി അവിടെ ചെന്ന് കാണാം. ഹായ്, അപ്പോൾ നമ്മൾ പോണ്ടിച്ചേരിത്തെ മറീന ബീച്ച് എത്തി. അപ്പോൾ നമ്മൾ ഇവിടെ സാൻഡ് കാസിൽസ് ഒക്കെ ഉണ്ടാക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് കുറച്ചു നേരം ബീച്ചിലും കളിക്കാൻ പോവാണ്. ഇവിടെ ക്യാമൽ റൈഡിങ്, ഹോഴ്സ് റൈഡിങ് ഒക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് സൈഡാണ്, ബീച്ചിൻ്റെ കുറച്ച് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടാവില്ല. ദാരിഷും അച്ഛനും കളിക്കാൻ പോയിട്ടുണ്ട് ബീച്ചിലേക്ക്. ആരോ You have to go inside there. What inside there? ബീച്ചിലൊക്കെ പോയി ക്യാമൽ റൈഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അടുത്ത് തന്നെ DJ എല്ലാം ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഇതെല്ലാം ബോട്ട് റൈഡ്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഭയങ്കര ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഡെക്കറേറ്റഡ് ആണ്. ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര കളറിഡ് ആണ്. ആരിഷ് ഇപ്പോൾ ബോട്ടിൽ ഇപ്പോൾ കയറണം പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആരും ബോട്ടിൽ കയറാൻ നിൽക്കുകയാണ്. ആരും അടുത്തത് ആരിഷ് കയറാൻ നിൽക്കുകയാണ്. ബൈ ആരു, ബൈ. കേറി 6:35. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇവിടെ ഒരു പ്രോഗ്രാമും നടക്കേണ്ടി തോന്നുന്നു. പ്ലസ് ഇവിടെ കുറേ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഫുഡ് ക്യൂസിൻസ് ഉണ്ട്, ഫുഡ് കോർട്ട്സ് ഉണ്ട്. ഇതിവിടെ കുറേ ഉണ്ട്. പിസ്സ അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പം
അപ്പുറത്ത് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് കോർട്ടിൽ ആദ്യം കയറാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആരോ റേസ് ചെയ്ത ആൾക്കാർ വില പിടിക്കും. ചിന്നു പിടിക്കും, ചിന്നു. അതേടാ നിങ്ങൾ ശരിയാവുന്നോളൂ. ആരോട്ടാ ആരെങ്കിലും ഇടിച്ചാലോടാ. നിനക്ക് റേസ് ചെയ്യണ്ട ആരോ. സ്റ്റോപ്പ്. അപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ കൂടെ ഫുഡ് കോർട്ടിലാണ് ഡിന്നറിന് വേണ്ടിയിട്ട് ആഹാരം മേടിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇവിടെ കുട്ടികളൊക്കെ ഒരുപാട് പെർഫോം ചെയ്യുന്ന പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ്, പാസ്ത, മിൻസ് മൊജിറ്റോ ഇതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കോർട്ടിൽ. താരും അമ്മിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഒരു ബലൂണ് മേടിച്ചു കേട്ടോ. ഹാർട്ട് ബലൂണാണ് മേടിച്ചിരിക്കുന്നത് ആരിഷ്. ബ്രൗണി കഴിക്കുകയാണ്. ആരിഷ് അവിടെ ഫ്രൂട്ട് സാലഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ബീച്ചസിലൊക്കെ പോയി പിന്നെ ക്യാമൽ റൈഡിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ DJ പാർട്ടിയൊക്കെ കേട്ടു. അതിനുശേഷം ഇവിടെ കുറേ ഫുഡ് കോർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ നേരെ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മളൊരു 2 ഡേയ്സും കൂടെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. Day 2 ഇൻ പോണ്ടിച്ചേരി വ്ളോഗിൽ കാണാം. ബൈ.